ചവറ്റുകുട്ടയിൽ ഒളിപ്പിച്ച ബോംബ്. റഷ്യൻ നാവിക ഉദ്യോഗസ്ഥന്റെ വധത്തിൽ ഞെട്ടിക്കുന്ന ട്വിസ്റ്റ്. റഷ്യൻ അധിനിവേശ ക്രിമിയയിലുണ്ടായ ഉഗ്രസ്ഫോടനത്തിൽ ഉന്നത നാവികസേനാ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു. റഷ്യയുടെ ബ്ലാക്ക് സീ ഫ്ലീറ്റിലെ ഉദ്യോഗസ്ഥനായ റോബർട്ട് ഷാഗീവാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ ഉക്രൈൻ രഹസ്യാന്വേഷണ വിഭാഗവുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന 32 വയസ്സുകാരി മാർഗരിറ്റ റുട്ടിനെ റഷ്യൻ അധികൃതർ പിടികൂടി. ചവറ്റുകുട്ടയിൽ ഒളിപ്പിച്ച സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചാണ് ഷാഗീസ് മരിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. അദ്ദേഹത്തിന്റെ പടിക്കെട്ടുകൾ ഇറങ്ങി വരുമ്പോഴായിരുന്നു സ്ഫോടനം. ശക്തമായ സ്ഫോടനത്തിൽ ഷാഗീവ് സംഭവ സ്ഥലത്തു തന്നെ മരിച്ചതായി സ്ഥിരീകരിച്ചു. യുക്രൈൻ നാവികസേനയിൽ നിന്നും റഷ്യൻ പക്ഷത്തെത്തിയ ഉദ്യോഗസ്ഥനാണ് കൊല്ലപ്പെട്ട റോബർട്ട് ഷാഗീവ്. 2014 ക്രിമിയ റഷ്യ പിടിച്ചടക്കിയ സമയത്ത് യുക്രൈന്റെ ഏക അന്തർവാഹിനിയായിരുന്ന സബോർഷിയയുടെ കമാൻഡറായിരുന്നു അദ്ദേഹം. റഷ്യൻ പക്ഷത്തേക്ക് മാറിയതിനെ തുടർന്ന് യുക്രൈൻ ഇദ്ദേഹത്തിനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിരുന്നു. സ്ഫോടനത്തിന് തൊട്ടു പിന്നാലെ സെവാസ്റ്റോപോളിൽ നിന്നാണ് മാർഗരിറ്റ റുട്ടിനെ പിടികൂടിയത്. കൊലപാതകത്തിന് ശേഷം റഷ്യ വിടാൻ ഇവർ പദ്ധതിയിട്ടിരുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. സ്ഫോടനത്തിൽ തനിക്കുള്ള പങ്ക് ഇവർ സമ്മതിച്ചതായും തന്റെ പ്രവൃത്തിയിൽ ഒട്ടും ഖേദമില്ലെന്ന് വ്യക്തമാക്കിയതായും റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ചില എസ്കോർട്ട് വെബ്സൈറ്റുകളിൽ മാർഗരിറ്റ റുട്ടിന്റെ വിവരങ്ങൾ ഉണ്ടായിരുന്നതായാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഇവർ എങ്ങനെയാണ് യുക്രൈൻ രഹസ്യാന്വേഷണ വിഭാഗവുമായി ബന്ധപ്പെട്ടതെന്ന കാര്യം വ്യക്തമല്ല. യുക്രൈന്റെ നിർദ്ദേശപ്രകാരം നടന്ന ഓപ്പറേഷന്റെ ഭാഗമാണ് ഈ കൊലപാതകമെന്നാണ് നിഗമനം. ഭീകരപ്രവർത്തനം വെളിപ്പെടുത്തുന്ന കുറ്റങ്ങളാണ് ഇവർക്ക് മേൽ ചുമത്തിയിരിക്കുന്നത്. കുറ്റം തെളിയിക്കപ്പെട്ടാൽ 30 വർഷം വരെ തടവ് ശിക്ഷ ലഭിച്ചേക്കാം. മാത്രമല്ല, കീവിന്റെ ഉത്തരവനുസരിച്ച് നടത്തിയ ഒരു ഓപ്പറേഷനാണ് ബോംബ് ആക്രമണത്തിന് കാരണമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. എന്നിരുന്നാലും റൂട്ട് എപ്പോൾ അല്ലെങ്കിൽ എങ്ങനെ ഉക്രൈനിയൻ രഹസ്യാന്വേഷണ വിഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കാമെന്ന് വ്യക്തമല്ല. കൊലപാതകത്തിന് ശേഷം അവർ റഷ്യ വിടാൻ പദ്ധതിയിട്ടിരുന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു. കൊലപാതകത്തിൽ ഖേദമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ ഇല്ല എന്ന് മറുപടി നൽകിയതായി ദി ടെലിഗ്രാഫ് ഉദ്ധരിച്ച റഷ്യൻ വാർത്താ ഏജൻസിയായ മാഷ് പറഞ്ഞു. റഷ്യയിലെ യാരോസ്ലാവിൽ ജനിച്ച റൂട്ട് മുൻപ് സോച്ചിയിൽ താമസിച്ചിരുന്നു. ക്രിമിയയിലേക്ക് പതിവായി യാത്ര ചെയ്തിരുന്നുവെന്ന് മാഷ് പറഞ്ഞു. അവർ എസ്കോർട്ട് വെബ്സൈറ്റുകളിൽ പ്രത്യക്ഷപ്പെടുകയും പുഷ്പ ഇൻഫ്യൂസ്ഡ് വജൈനൽ സപ്പോസിറ്റീവുകൾ നിർമ്മിക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു ജീവശാസ്ത്രജ്ഞയായി പ്രവർത്തിക്കുകയും ചെയ്തതായി റിപ്പോർട്ടുണ്ട്. ഉക്രൈനിയൻ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് ട്രെയിനിൽ ഉക്രൈനിയൻ അനുകൂല പരാമർശം നടത്തിയതിന് 2025 ജൂലൈയിൽ അവർ മുൻപ് അറസ്റ്റിലായിരുന്നു. റഷ്യൻ സൈന്യത്തെ അപകീർത്തിപ്പെടുത്തിയെന്നാരോപിച്ച് 2 ദിവസത്തേക്ക് അവരെ കസ്റ്റഡിയിലെടുക്കുകയും പിഴ ചുമത്തുകയും ചെയ്തു. ബോംബ് ആക്രമണ കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ റൂട്ടിന് 30 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുമെന്ന് റിപ്പോർട്ടുണ്ട്. 2014 ക്രിമിയ പിടിച്ചടക്കിയതിനെ തുടർന്ന് റഷ്യയിലേക്ക് കൂറുമാറിയ ഉക്രൈനിയൻ നാവിക ഉദ്യോഗസ്ഥനായിരുന്നു ഷാഗീസ്. ആ സമയത്ത് ഉക്രൈന്റെ ഏക അന്തർവാഹിനിയായിരുന്ന ഉക്രൈനിയൻ കപ്പലായ സബോർജിയയുടെ ആക്ടിംഗ് കമാൻഡറായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു അദ്ദേഹം. കപ്പലുമായി റഷ്യൻ സൈന്യത്തിലേക്ക് കൂറുമാറിയതിനെ തുടർന്ന് രാജ്യദ്രോഹ കുറ്റം ചുമത്തി ഉക്രൈനിയൻ അധികൃതർ അദ്ദേഹത്തെ അന്വേഷിച്ചു. ന്യൂയോർക്ക് പോസ്റ്റ് പറയുന്നതനുസരിച്ച് റഷ്യയുടെ ഉക്രൈനിലെ പൂർണ്ണ തോതിലുള്ള അധിനിവേശത്തിൽ പങ്കെടുക്കുന്നതിനും നെതിരെ കുറ്റം ചുമത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ കപ്പൽപ്പട അന്തർവാഹിനിയിൽ നിന്നും വിക്ഷേപിക്കുന്ന മിസൈൽ ആക്രമണങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ആരോപിക്കപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.